നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഏത്തപ്പഴം വെച്ച് വളരെ രുചിയായ രീതിയിൽ എങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പെട്ടെന്നുണ്ടാക്കാം, നല്ല രുചിയാണ് താനും. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബ്രൗൺ ബ്രെഡ് എടുക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 2 നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്. ഇത് ഒരു സ്റ്റീമറിൽ വെച്ച് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. അതിനുശേഷം തണുപ്പിക്കുക. തൊലി മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് നല്ലതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. വല്ല നൂലിൻ്റെയോ നാരിൻ്റെയോ വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. പിന്നെ ഇതിങ്ങനെ തന്നെ വെക്കാം. കുറച്ചുകൂടെ രുചികരം ആക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. ഒന്ന്, ഒരു ടീസ്പൂൺ നെയ്യും ഏകദേശം 1/2 ടീസ്പൂൺ പഞ്ചസാരയുമാണ് ചേർക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു 4 സ്ലൈസ് ടോസ്റ്റാണ്. ഇതുപോലെ തന്നെ എല്ലാം കൂടെ മാഷ് ചെയ്തതിന് ശേഷം ബട്ടർ മറ്റേ സൈഡിൽ പുരട്ടിയിട്ട് ഫില്ലിങ്ങിനായിട്ടാണ് നമ്മൾ ഈ ഏത്തപ്പഴം ഉടച്ചെടുത്തത് വെക്കുന്നത്. വളരെ രുചികരമായിട്ടുള്ളൊരു ടോസ്റ്റാണിത്. ഇത് 2 സൈഡിലും വെക്കുക. അത് കഴിഞ്ഞിട്ട് ടോസ്റ്റർ ഉള്ളവർക്ക് ടോസ്റ്ററിൽ വെക്കാം. ഞാനിപ്പോൾ ഫ്രൈയിങ് പാനിൽ വെച്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് മറ്റേ ഒരു ബ്രെഡ് പീസും കൊണ്ട് അടച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് നല്ലതായിട്ടൊരു ബട്ടർ ചേർക്കുക. ഈ ബട്ടർ ഉരുക്കി വരുമ്പോഴത്തേക്ക് ഈ ബ്രെഡിൻ്റെ പീസുകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരും. മറ്റേ സൈഡും തിരിച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കുക. വളരെ ചൂടോടെ രുചിയായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനു തോമസ്. ഉടനെ തന്നെ പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.